പൊളിറ്റിക്സ് കേരള ഇപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് പേട്ടയിലാണ്. പൊളിറ്റിക്സ് കേരളയുടെ തട്ടകമായ പേട്ടയിൽ രണ്ട് ചുറുചുറുക്കുള്ള യുവാക്കളോടൊപ്പം നിൽക്കുകയാണ് പൊളിറ്റിക്സ് കേരള. ഇവർക്കെന്താണ് പ്രസക്തി എന്ന പ്രേക്ഷകരുടെ ചോദ്യത്തിന് ഒറ്റവാക്കിൽ ഉത്തരം പറയാം. ഇവർ നടത്തുന്നത് സാമൂഹികപരമായി വലിയൊരു പരിവർത്തന സന്ദേശമാണ്. ഇവർ നൽകുന്നത് സമൂഹത്തിന് വലിയൊരു പരിവർത്തന സന്ദേശമാണ്. ഇത് അരുൺ AU, ഇത് ജയമോഹൻ. ഈ രണ്ടുപേർ ക്ലബ് 19 എന്ന ഫിറ്റ്നസ് സെൻറ്ററിലെ ട്രെയിനർമാരാണ്. അരുണാണ് ഈ ഫിറ്റ്നസ് സെൻറ്റർ തുടങ്ങിയത്. ഈ ഫിറ്റ്നസ് സെൻറ്ററിന് എന്താണ് പ്രത്യേകത എന്ന് പ്രേക്ഷകർ ചോദിച്ചാൽ, വെറും 500 രൂപയ്ക്ക് നമുക്ക് ഫിറ്റ്നസ് നേടാം, രോഗങ്ങൾ ഒഴിവാക്കാം. അതാണ് ഈ ഫിറ്റ്നസ് സെൻറ്ററിൻ്റെ പ്രത്യേകത. സാധാരണക്കാർക്കും ധനികർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന ഫിറ്റ്നസ് സെൻറ്റർ. 500 രൂപ കൊണ്ട് ഫിറ്റ്നസ് നേടാം, രോഗം ഒഴിവാക്കാം, പലതരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാം. എന്തായാലും ഇവിടെ കൂടി നിൽക്കുന്ന ചെറുപ്പക്കാരൊക്കെ ഈ ഫിറ്റ്നസ് സെൻറ്ററിൻ്റെ ഭാഗമാണ്. അവർ പറയും അവരുടെ അനുഭവങ്ങൾ. നമസ്കാരം, എൻ്റെ ഒരു വിമൽ എന്നാണ്. ഞാൻ ക്ലബ് 19 വന്നിട്ട് ഒരു 3-4 മാസമായതേ ഉള്ളൂ. ഞാൻ വന്നപ്പോൾ എനിക്ക് 86 ആയിരുന്നു എൻ്റെ kg. ഇപ്പോൾ എനിക്ക് 76 ആയിട്ടുണ്ട്. ഗ്രാജുവലി നല്ല മാറ്റമുണ്ട്. പിന്നെ ഞാനൊരു മാധ്യമ സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ വർക്ക് പ്രഷർ വളരെയധികം കുറയ്ക്കാൻ സാധിക്കും. നമ്മുടെ വൈകുന്നേരം ഞാൻ ജോലി കഴിഞ്ഞിട്ട് വൈകുന്നേരം ഒരു 2 മണിക്കൂർ വർക്ക് ചെയ്യാറുണ്ട്. ഭയങ്കര റിലീഫാണ്. ജോലി സമയത്തും കുടുംബത്തിലും. ഞാൻ പേഴ്സണലി ഭയങ്കര ആത്മവിശ്വാസമാണ് എനിക്ക്. അപ്പോൾ എല്ലാവരും എക്സസൈസ് ചെയ്യുക. പിന്നെ ക്ലബ് 19 എനിക്ക് ഇവിടുത്തെ ട്രെയിനേഴ്സിനൊക്കെ ഭയങ്കര താല്പര്യമാണ്. താല്പര്യം മീൻസ് ഇവിടെ നല്ല ട്രെയിനേഴ്സാണ്. ഭയങ്കര സന്തോഷമാണ്. താങ്ക് യു. നമസ്കാരം, എൻ്റെ പേര് ഷാജി എന്നാണ്. ഞാൻ മറ്റൊരു ജിമ്മിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. മറ്റൊരു ജിമ്മെന്ന് പറയുമ്പോൾ 2-3 ജിമ്മിൽ വർക്കൗട്ട് ചെയ്ത്. പക്ഷേ ഞാൻ അവിടെ നിന്ന് ചില സാങ്കേതിക തടസ്സമായ കാരണം ഈ ജിമ്മിൽ വരുവാനിടയായി. പക്ഷേ ഈ ജിമ്മിൽ വന്നതിന് ശേഷം നല്ല മാറ്റങ്ങൾ, വർക്കൗട്ടിനൊക്കെ ഭയങ്കര വ്യത്യാസം. അതിൽ ട്രെയിനേഴ്സുമാർ എന്നെ നല്ലതുപോലെ വർക്കൗട്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. നല്ല വ്യത്യാസമുണ്ട് എനിക്ക്. എൻ്റെ വർക്കൗട്ട് കണ്ട് എൻ്റെ മറ്റ് സുഹൃത്തുക്കളും ഇവിടെ ഇപ്പോൾ ഒരു 3-4 പേര് വരുന്നുണ്ട്. ഇതുപോലെ അനേകർക്കത് ഒരു പ്രയോജനമായി തീരട്ടെ ഈ ജിമ്മ്. അതുപോലെ തന്നെ ഇവിടുത്തെ ട്രെയിനിങ് വളരെ ഞാൻ മറ്റ് ജിമ്മിനെക്കാട്ടി വളരെ വ്യത്യസ്തമായാണ് വർക്കൗട്ടുകൾ തരുന്നത്. അവർ കൂടെ നിർത്തി ചെയ്യിപ്പിക്കുന്നുമുണ്ട്. എൻ്റെ ജീവിതത്തിൽ അത് വളരെ ഭയങ്കര ഒരു ബലം തന്നെയാണ്. എൻ്റെ പേര് അരുൺ. ഞാൻ ക്ലബ് 19 ഫിറ്റ്നസ് സെൻ്ററിൻ്റെ ഓണറാണ്. ഞാൻ ഈ ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്തത് നവംബർ 2024 സ്റ്റാർട്ട് ചെയ്യുന്നത്, നവംബർ മാസം. എൻ്റെ ആശയം വേറെ നല്ല എല്ലാ ജനങ്ങളെയും ഇതിലോട്ട് കൊണ്ടുവരണമെന്നുള്ള രീതിയിലാണ് ഞാൻ ആഗ്രഹിച്ചാണ് ഇത് തുടങ്ങിയത്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സും വെച്ച് നമുക്ക് ഏറ്റവും മാർക്കറ്റിൽ എവിടെ കിട്ടുന്നതിനെക്കാട്ടും ഫീസ് കുറഞ്ഞ രീതിയിൽ ഇത് ചെയ്യണമെന്നുള്ള ഇതിലാണ് ഞാൻ തുടങ്ങിയത്. മാർക്കറ്റിൽ എല്ലാ ജിമ്മുകളും നോക്കി കഴിഞ്ഞാൽ മിനിമം 1000 രൂപയാണ് ഫീസ് വരുന്നത്. അഡ്മിഷൻ ഫീസ് ആണെങ്കിൽ 1500 രൂപ മേടിക്കും. നമ്മളിവിടെ അഡ്മിഷൻ ഫീസ് വെറും 500 രൂപയും മന്ത്ലി ഫീസ് 500 രൂപയാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. അത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള വെപ്പൺസാണ് നമ്മൾ എക്യുപ്മെൻറ്റ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ കാർഡിയോ എടുക്കുകയാണെങ്കിൽ കാർഡിയോക്ക് നമുക്ക് ത്രെഡ്മില്ലുണ്ട്, എലിപ്റ്റിക്കലുണ്ട്, അങ്ങനെ ഉള്ള കാർഡിയോ മെഷീൻസ് എല്ലാം ഉണ്ട്. ആ മെഷീൻസിനെ കൂടി ചേർത്ത് എടുക്കുകയാണെങ്കിൽ നമ്മൾ 300 രൂപ എക്സ്ട്രാ മേടിക്കുന്നുണ്ട്. അങ്ങനെ ടോട്ടലായിട്ട് നമ്മൾ കാർഡിയോക്ക് 800 രൂപയും നോർമൽ ഫീസ് 500 രൂപയാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ 2-3 ട്രെയിനേഴ്സ് ഉണ്ട്. ട്രെയിനർമാർ അത്യാവശ്യം നമ്മൾ നോർമൽ PT എങ്ങനെയാണോ എടുക്കുന്നത് അതേപോലെ ആയിരിക്കും ആൾക്കാരെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അല്ല 500 രൂപ ഫീസ് തന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കളിക്കാമെന്നുള്ള രീതിയിലല്ല നമ്മളൊരു ചെയ്യുന്നത്. നമ്മൾ മാക്സിമം ഉള്ള രീതിയിൽ റിസൾട്ട് ഉണ്ടാക്കുക ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഇവിടുത്തെ പാക്കേജിൽ നമ്മൾ പേഴ്സണൽ ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. പേഴ്സണൽ ട്രെയിനിങ് നമുക്ക് എടുക്കുന്ന ഫീസ് എന്ന് പറഞ്ഞാൽ 4000 രൂപ വരുന്നുള്ളൂ. 4000 + 500 അഡ്മിഷൻ ഫീസോട് ചേർത്ത് നമ്മൾ കളക്ട് ചെയ്യുന്നത്. 4000 രൂപയ്ക്ക് നമ്മൾ ഡയറ്റും കൊടുക്കുന്നുണ്ട്. അവരോടെ തന്നെ നമ്മൾ സ്കൂളിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ട്രെയിനറെ നമ്മൾ അതിൽ കൂടെ നിൽക്കുന്നുണ്ട്. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവരും വന്ന് ചേരുക, മാക്സിമം യൂസ് ചെയ്യുക. നമസ്കാരം, എൻ്റെ പേര് ജയമോഹൻ. ഞാൻ ക്ലബ് 19 ഫിറ്റ്നസ് കോച്ചായിട്ട് വർക്ക് ചെയ്യുകയാണ്.
ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ മറ്റുള്ള കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് വൈഡ് റേഞ്ച് ഓഫ് മെഷീൻസ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മുടെ ബോഡിയിലുള്ള ഈച്ച് ആൻഡ് എവറി പാർട്സ് അല്ലെങ്കിൽ നമ്മുടെ ഓരോ മസിൽസ് ഉള്ള ഭാഗങ്ങൾ വർക്കൗട്ട് ചെയ്യാനുള്ള എല്ലാ മെഷീൻസും നമുക്കിവിടെ നിലവിൽ അവൈലബിൾ ആണ്. നമുക്ക് 2 ജിമ്മുകളുണ്ട്. ഒന്ന് ലേഡീസിന് മാത്രമായിട്ട് നമുക്കൊരു സ്പെഷ്യൽ ലേഡീസിന് മാത്രമായിട്ടുള്ളൊരു ജിമ്മുണ്ട്. പിന്നെ ലേഡീസും ജെൻസും ഇവിടെ യൂണിസെക്സ് ആയിട്ടാണ് നമ്മൾ ഈ ജിമ്മിൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ജിമ്മിൽ ചെയ്യുന്നത് യൂണിസെക്സ് ആയിട്ടാണ്. ഇവിടെ നമ്മൾ എല്ലാവർക്കും ഈച്ച് ആൻഡ് എവറി പേഴ്സണെ നമ്മൾ അത്രത്തോളം കോൺസെൻട്രേറ്റ് ചെയ്ത് അത്ര ക്ലിയർ ആയിട്ട് തന്നെയാണ് നമ്മൾ വർക്കൗട്ട് കൊടുക്കുന്നതും. അതുപോലെ ഈ നേരത്തെ പറഞ്ഞ പോലെ പലർക്കും ഇപ്പോൾ നമ്മുടെ പുറയിൽ കാണുന്ന പോലെ വർക്കൗട്ട് പറഞ്ഞു കൊടുക്കാനായാലും അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യാനായാലും എല്ലാവരും വളരെ എന്തൂസിയാസ്റ്റിക് ആയിട്ടാണ് ഇവിടെ വരുന്നതും വർക്കൗട്ട് ചെയ്യുന്നതും. അപ്പോൾ നമ്മളും അതിൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് നമ്മൾ ഇവരുടെ കൂടെ തന്നെയാണ് ഞങ്ങളും വർക്കൗട്ട് ചെയ്യുന്നത്. അത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. കൂടാതെ ഹെൽത്ത് സംബന്ധമായ കാര്യങ്ങൾ ഇപ്പോൾ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ ഒരുപാട് വർക്കൗട്ടിന് വരുന്നുണ്ട്. അവരെല്ലാം ഹെൽത്ത് സംബന്ധമായ കാര്യങ്ങൾ ഞങ്ങളോട് ഷെയർ ചെയ്യാറുണ്ട്. അവർക്ക് അതിനുള്ള റെമഡീസും ഞങ്ങളിവിടെ തന്നെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഞങ്ങളെ കൊണ്ട് കഴിയുന്ന പോലെ എല്ലാ രീതിയിലും ഞങ്ങൾ മിതമായ നിരക്കിൽ ഞങ്ങൾ ഈ ഒരു സിറ്റിയിൽ അല്ലെങ്കിൽ തിരുവനന്തപുരം സിറ്റിയിൽ തന്നെ വളരെ മിതമായ നിരക്കിൽ നമ്മൾ ഈ ഒരു ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് എല്ലാവർക്കും ആരോഗ്യം എന്നുള്ള ഒരു ആശയം ഞങ്ങളുടെ ഉള്ളിൽ ഉടലെടുത്താണ് ഞങ്ങളിങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന എല്ലാവർക്കും നല്ല രീതിയിലുള്ള ആരോഗ്യം, അതായത് മരുന്നോ മറ്റുള്ള കാര്യങ്ങളോ കഴിച്ച് ആരോഗ്യം നിലനിർത്താതെ ഈ നമ്മുടെ സ്വസിദ്ധമായ നാച്ചുറലായ രീതിയിൽ കൂടി ആരോഗ്യം വരുത്താൻ എല്ലാവരും എക്സസൈസ് ചെയ്യണം അല്ലെങ്കിൽ എല്ലാവരും വർക്കൗട്ട് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അപ്പോൾ ഇവിടെ എല്ലാ മെഷീൻസും ഇപ്പോൾ നമ്മുടെ ഓരോ മസിൽസിനുള്ള, അതായത് ഇപ്പം ചെസ്റ്റിനായാലും ബാക്കായാലും നമ്മുടെ ബൈസിനായാലും ട്രൈസിനായാലും ലെഗിനായാലും എല്ലാ നമ്മുടെ ബോഡി പാർട്സിനുമുള്ള മെഷീൻസ് ഇവിടെ അവൈലബിൾ ആണ്. നമ്മൾ മാനുവലായിട്ടും ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ വരുന്നവർക്ക് മാനുവലായിട്ടുള്ള വർക്കൗട്ടും അതിനുശേഷം വരുന്നവർക്ക് മെഷീൻ റേഞ്ചായിട്ട് നമുക്കിപ്പോൾ വൈഡ് റേഞ്ച് ഓഫ് മെഷീൻസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. എല്ലാ മെഷീൻസും നമുക്ക് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ സെക്കൻഡ് ജിം, അതായത് നമ്മുടെ ലേഡീസ് ജിമ്മിലും നമുക്ക് ലേഡീസിന് ആവശ്യമായ എല്ലാ വർക്കൗട്ട് കാര്യങ്ങളും അവിടെ നമ്മൾ സൂംബ ക്ലാസ് അറേഞ്ച് ചെയ്യാറുണ്ട്. നമുക്ക് അതുപോലെ നമുക്ക് മെഡിസിനൽ ബോൾസ്, എയറോബിക് എക്സസൈസ്, അങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഓരോരുത്തരുടെ നീഡ് അനുസരിച്ച്, ഈ വരുന്ന ക്ലയൻറ്റിൻ്റെ നീഡ് അനുസരിച്ച് നമ്മൾ എല്ലാ കാര്യങ്ങളും അവരോട് കൺസൾട്ട് ചെയ്ത ശേഷം നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. അവരുടെ ബോഡി കണ്ടീഷൻ അനുസരിച്ച് വരുന്നവരുടെ ബോഡി കണ്ടീഷൻ എന്താണെന്ന് നോക്കി അതിനുശേഷം അത് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് ഞങ്ങൾ അതനുസരിച്ചുള്ള വർക്കൗട്ടുകളെല്ലാം കൊടുക്കാറുണ്ട്. നമ്മുടെ പുറയിൽ കാണുന്ന പോലെ യുവതലമുറയാണ് കൂടുതലായിട്ട് നമ്മുടെ ഈ ജിമ്മിലോട്ട് അട്രാക്റ്റായി വരുന്നത്. അത് കൂടുതൽ വരട്ടെ. ഇപ്പോഴുള്ള തലമുറയിൽ മറ്റുള്ള കാര്യങ്ങളിലോട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകാതെ അവർ കൂടുതൽ ഈ ഒരു ആരോഗ്യത്തെ ശ്രദ്ധിച്ച് വന്നാൽ അവർക്കുണ്ടാകുന്ന ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെടുക. അതിപ്പോൾ ജിമ്മാവാം അല്ലെങ്കിൽ ഒരു സ്പോർട്ടാവാം, എന്തെങ്കിലും ആവാം. ആ സമയത്ത് അവരുടെ ബോഡിക്ക് ഉണ്ടാകുന്ന ഫിറ്റ്നസ് അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതൊരു നേട്ടമാണ്. കാരണം ഇനി ഭാവിയിൽ അവർ ഒരു നിമിഷം അവർ കണ്ണാടിയിൽ നോക്കുമ്പോൾ അവർക്ക് അവരുടെ ബോഡി അല്ലെങ്കിൽ അവർ വർക്കൗട്ട് വിടുകയോ അല്ലെങ്കിൽ അവർ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് പോകുന്ന സമയത്ത് അവരുടെ ബോഡി കാണുമ്പോൾ അവർക്ക് തന്നെ മനസ്സിലാവും, എൻ്റെ ബോഡി വൃത്തികേടാവുന്നുണ്ടല്ലോ, എൻ്റെ ബോഡി പഴയ പോലെ അല്ല, എനിക്ക് തിരിച്ചു വരണം എന്നൊരു തോന്നൽ അവരുടെ ഉള്ളിൽ ഒരു മോട്ടിവേഷൻ ഉണ്ടാവും. അതിന് കൊച്ചു പ്രായത്തിൽ അല്ലെങ്കിൽ ഈ കാണുന്ന പോലെ കുഞ്ഞിലേ അവർ ആ ഒരു ഇതിലോട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് എപ്പോഴും അതൊരു മോട്ടിവേഷനായിട്ട് അവരുടെ ഉള്ളിൽ ആ ഒരു പിക്ചർ ഉണ്ടാവും. അപ്പോൾ യുവതലമുറയായാലും ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരായാലും എല്ലാവർക്കും എപ്പോഴും ചെയ്യാവുന്ന ഒരു സംഭവമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ 24 മണിക്കൂർ വെറും ഒരു മണിക്കൂർ മാറ്റിവെക്കാൻ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി. കാര്യം നമ്മുടെ ഹെൽത്ത് ഈസ് ഓൾവേസ് പറയുന്ന പോലെ ഹെൽത്ത് ഈസ് വെൽത്ത്. അത് പണ്ട് പോലെ നമ്മൾ വെറുതെ പറയുന്നതല്ല, അതൊരു വലിയ കാര്യമാണ്. അത് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒരു ദിവസത്തിൽ 1 മണിക്കൂറെങ്കിലും വർക്കൗട്ടിനായി അല്ലെങ്കിൽ എക്സസൈസിനായി നമ്മുടെ ശരീരത്തിനായി മാറ്റിവെക്കുക. നന്ദി, നമസ്കാരം. എൻ്റെ പേര് പ്രേംജിത്ത്. ഞാൻ 3-4 മാസമായിട്ട് ഇവിടെ ഈ ക്ലബ് 19 ഫിറ്റ്നസ് സെൻ്ററിൽ ഞാൻ സ്ഥിരമായിട്ട് വരുന്നുണ്ട്. എനിക്ക് വന്നപ്പോൾ 105 കിലോ അടുപ്പിച്ച് ഭാരം ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് 87-88 കിലോക്കകത്തായി വെയിറ്റ് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ട്രെയിനിങ്ങുകളും ന്യൂട്രീഷൻ കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാനും പറ്റുന്നുണ്ട്. മുമ്പുണ്ടായിരുന്ന കുറച്ച് ശാരീരിക വിഷബാധകളെല്ലാം, കുറച്ച് കൊളസ്ട്രോള്, ഒരുപാട് ഇതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതെല്ലാം ഈ പരിശീലനത്തോടെ എനിക്ക് മാറാൻ, എൻ്റെ ശരീരത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറ്റാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. എല്ലാവരും കുറച്ച് സമയമെങ്കിലും നമ്മളെ ശരീര പരിപാലനത്തിന് വേണ്ടി മാറ്റിവെക്കണമെന്നാണ് എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്. ഹലോ, എൻ്റെ പേര് സോന. ഞാൻ ഇവിടെ ഒരു 3 മാസമായിട്ട് വരുന്നുണ്ട്. വന്നപ്പോൾ എനിക്ക് 65 കിലോ ആയിരുന്നു. ഞാൻ വെയിറ്റ് ഗെയിനാണ് വന്നത്. അപ്പോൾ എനിക്കിപ്പം 69 കിലോ ആയിട്ടുണ്ട്. ഇവിടുത്തെ മീൻസ് മെയിൻലി ഇതെനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയത് ഇവിടുത്തെ ട്രെയിനേഴ്സ് ആണ്. പക്ഷേ ഇത്രയും അഫോർഡബിൾ ആയിട്ട് ട്രിവാൻഡ്രം സിറ്റിയിൽ 500 രൂപയേ ഉള്ളൂ കിട്ടുന്നത്. ഇവിടെ മാത്രമെന്നാണ് എൻ്റെ ഒരു അറിവില്ല. ഇതിന് മുന്നേ വേറെ ജിമ്മിലും പോയിട്ടുണ്ട്. പക്ഷേ ഈ ട്രെയിനേഴ്സ് എല്ലാവരും ഇത്രയും നന്നായിട്ട് ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. കാരണം ഇത്രയും കുറഞ്ഞ റേറ്റ് ആണെങ്കിൽ പോലും എന്താ പറയുക, എല്ലാവരെയും ഒരുപോലെ നോക്കുന്നുണ്ട്, നന്നായി ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വർക്കിനിടയിൽ ഞാൻ ഒരു മണിക്കൂർ ഡെയിലി ഇതിനുവേണ്ടി സമയം കണ്ടെത്താറുണ്ട്. പൊളിറ്റിക്സ് കേരളയിൽ എല്ലാ തിങ്കളാഴ്ചയും ക്ലബ് 19 ഫിറ്റ്നസ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതാണ്. വ്യത്യസ്ത കാഴ്ചകൾ തേടിയുള്ള പൊളിറ്റിക്സ് കേരളയുടെ യാത്ര
തുടരുന്നു.